അമൃത ഗൗരിയുടെ കൈകൾ മുറുകെ പിടിച്ചു. ഒരു ഭാഗത്തെത്തിയപ്പോൾ കാർത്തിക് കൈ ഉയർത്തി ബാക്കിയുള്ളവരോട് അവിടെ തന്നെ നിൽക്കാൻ ആയി പറഞ്ഞു. അവൻ്റെ നോട്ടം ഗൗരിക്ക് നേരെയാണ്. കാർത്തിക് ഗൗരിയുടെയും അമൃതയുടെയും അടുത്തേക്ക് എത്തിയതും അമൃതയോട് പോകാനായി വിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചു. കാർത്തിക്കിന് പണ്ടേ മുതൽ അമൃതയ്ക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ കാർത്തിക് പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറി നിന്നു. കാർത്തിക് ഗൗരിയുടെ അടുത്തേക്ക് ചേർന്നിരിക്കാൻ ശ്രമിച്ചു. ഗൗരി ശരവേഗത്തിൽ എന്നതുപോലെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അവൾ പോകാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലായതും കാർത്തി അവളുടെ കൈകളിൽ ബലമായി പിടിച്ചു വലിച്ചു. നീ എങ്ങോട്ടാടി പോകുന്നത്? ഞാൻ നിന്നോട് സംസാരിക്കാനാണ് വന്നത്. അവൾ ദയനീയമായി കാർത്തിയുടെ മുഖത്തേക്കൊന്നു നോക്കി. പിന്നീട് അവളുടെ കൈയിലേക്കും. കാർത്തി എൻ്റെ കയ്യിൽ നിന്നും വിട്, എനിക്ക് വേദനിക്കുന്നുണ്ട്. കാർത്തിയുടെ പിടുത്തം മുറുകുകയല്ലാതെ അയഞ്ഞില്ല. വേദന കൊണ്ട് അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. നീ ഇപ്പോൾ പറയണം, നിനക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. അവൾ കൈ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിന്നു. എടി, നിന്നോടാണ് ചോദിക്കുന്നത്, നിനക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. എനിക്കിഷ്ടമല്ല, അവൾ മറുപടി പറഞ്ഞതും കാർത്തിക് ചാടി എഴുന്നേറ്റു. എന്താടി നീ പറഞ്ഞത്? ഞാൻ സത്യമാണ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്നും വിട്. അപ്പോഴേക്കും ക്യാമ്പസിലെ ഒരുവിധം എല്ലാവരും ഈ വാർത്ത അറിഞ്ഞിരുന്നു. എല്ലാ സ്റ്റുഡൻസും അവർക്ക് ചുറ്റും തടിച്ചുകൂടി. കൂട്ടത്തിൽ ദീപികയും ഉണ്ടായിരുന്നു. ദീപികയുടെ കൂട്ടുകാരി അവളെ നോക്കി പറഞ്ഞു, എടി ദീപു, നഗാർത്തി നിന്റെ കൈ വിട്ടു പോകുമെന്നാ തോന്നുന്നത്. ആര്? കാർത്തിയോ? ദീപിക ദേഷ്യത്തോടെ ചോദിച്ചു. അതേ, കണ്ടില്ലേ അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ഇനി അവളെ ഒരു രക്ഷയുള്ളൂ മോളെ. അവൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ കാർത്തി തീർന്നു. അപ്പോൾ നിനക്കൊരു ചാൻസ് ഉണ്ടാവും. ദീപുവിനെ മൂപ്പിച്ചുകൊണ്ട് കൂട്ടുകാരി പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഈ ക്യാമ്പസിലെ എല്ലാം ഉള്ളവന്മാർ ഇവൾക്ക് പിന്നാലെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഗൗരി, നീ പറയാതെ ഇവിടെ നിന്ന് ഒരടി അനങ്ങുമെന്ന് നീ വിചാരിക്കണ്ട. കാർത്തിക്, ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് നിന്നോട് ഒരു താല്പര്യവും ഇല്ല. ഒരു തരി ഇഷ്ടം പോലും ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നോടില്ല. ഇപ്പോഴല്ലേ ഇല്ലാത്തത്, ഇനി ഉണ്ടാവാതിരിക്കതൊന്നും ഇല്ലല്ലോ. ഇനിയും ഉണ്ടാവില്ല കാർത്തിക്. അവൻ്റെ കൈകൾ വീണ്ടും വീണ്ടും അവളുടെ കയ്യിൽ അമർന്നുകൊണ്ടിരുന്നു. വേദന കാരണം അറിയാതെ അവൾ നിലത്തിരുന്നു പോയി. കാർത്തിക് പ്ലീസ്, അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. നാളെ രാവിലെ വരെ ഞാൻ നിനക്ക് സമയം തരും. അതിനുള്ളിൽ നീ എനിക്ക് അനുകൂലമായൊരു മറുപടി തന്നിട്ടില്ല എങ്കിൽ ഈ കാർത്തിക് ആരാണെന്ന് ഗൗരി ശരിക്കറിയും. എടുത്തോണ്ട് ഞാൻ അങ്ങ് പോകും. പിന്നെ നിന്റെ കഴുത്തിൽ താലി ചാർത്തിയിട്ടേ ഈ കാർത്തിക് അടങ്ങും. നീ എന്നെ കൊന്നാലും ശരി, എനിക്ക് നിന്നോട് ഒരു തരി പോലെ സ്നേഹമില്ല കാർത്തിക്. നാളെ രാവിലെ വരെ സമയമുണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് അനുകൂലമായ മറുപടി ആയിരിക്കണം. അവൻ അവളുടെ കൈ ഒറ്റ തട്ട് തട്ടി കയ്യിൽ നിന്നും പിടിവിട്ടപ്പോൾ ഒരു തരിപ്പ് കയ്യിലൂടെ കടന്നുപോയി. എന്ത് കാണാൻ നിൽക്കാടാ, ഒക്കെ പോടാ ക്ലാസ്സിൽ. കാർത്തിക് എല്ലാവരോടുമായി ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു. തടിച്ചുകൂടി സ്റ്റുഡൻസ് എല്ലാവരും പിരിഞ്ഞുപോയി. ഗൗരിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് അമൃത മാത്രം അവിടെ ഉണ്ടായി. ഗൗരി, നീ എഴുന്നേൽക്ക്. സത്യത്തിൽ അമൃതയ്ക്ക് ഇതെല്ലാം കണ്ട് സങ്കടത്തിൻ്റെ അങ്ങേയറ്റം എത്തിയിരുന്നു. അവൾ സ്റ്റാഫ് റൂമിലേക്ക് ഓടി. കാര്യങ്ങളെല്ലാം പറഞ്ഞുവെങ്കിലും ഒരു ടീച്ചർ പോലും എഴുന്നേറ്റ് അവളുടെ കൂടെ വന്നില്ല. കാരണം കാർത്തിക് ആരോമലിൻ്റെ അച്ഛൻ ആ കോളേജിലേക്ക് ഒരുപാട് ഫണ്ടും പണവും അത്യാവശ്യം നൽകുന്ന ഒരു വ്യക്തിയാണ്. കാർത്തിക് ആരോമലിനെ വെറുപ്പിച്ചാൽ അത് ആ കോളേജിൽ തന്നെ നല്ലതല്ല എന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. ടീച്ചേഴ്സിൻ്റെ ഈ വില കുറഞ്ഞുള്ള പ്രവൃത്തി കണ്ട് അമൃതയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. ഇതേ സമയം കാർത്തിക് അവൾക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു. ഇന്ന് നീ പറയാതെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല ഗൗരി. നിന്നെ എന്തായാലും കിരൺ വിട്ടിട്ട് പോയി. അപ്പോൾ പിന്നെ നിനക്ക് എന്നെ സ്നേഹിച്ചാൽ എന്താടി? അവൻ്റെ ശബ്ദം ഉച്ചത്തിലായി. ഇല്ല, ഒരിക്കലുമില്ല. എന്നെ ആരൊഴിവാക്കി ആര് സ്നേഹിച്ചു എന്നൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന്. എന്തായാലും നിന്നെ ഇഷ്ടമല്ല. അവളുടെ കൈകൾക്ക് മരവിപ്പ് തുടങ്ങിയിരുന്നു. ഇതേ സമയം ഓഫീസിൽ ആശയും വർമ്മയും ദേ നോക്കിയേ. എനിക്ക് വല്ലാത്തൊരു വിഷമം. എന്തിനാ അമ്മിണി? എനിക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു വിഷമം പോലെ. അവന് കുഴപ്പമൊന്നുമില്ല. അവനെ ഞാൻ രാവിലെ കൂടെ വിളിച്ചുള്ളൂ. സിദ്ധുവിനല്ല, എൻ്റെ ഗൗരിമോൾക്ക്. അവൾക്ക് എന്തു സംഭവിക്കാനാ? നമ്മുടെ മോൻ പൊന്നു പോലെ നോക്കിക്കോളും.
ഭാര്യയുടെ സങ്കടം കണ്ട് വർമ്മ പറഞ്ഞു. ഗൗരി കരഞ്ഞുകൊണ്ട് ഒരുപാട് തവണ അവൾക്കുള്ളിലെ വെറുപ്പ് കാർത്തിക്കിനെ അറിയിച്ചുവെങ്കിലും അവൻ അവളെ വിട്ടുകളയാൻ ഒരുക്കമായിരുന്നില്ല. അവളുടെ കൈ മുറിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. പെട്ടെന്നാണ് ആ ക്ലാസ് റൂമിൻ്റെ വാതിൽ വലിയ ശബ്ദത്തോടെ നിലം പതിക്കുന്ന ശബ്ദം കാർത്തിക്കിനെയും ഗൗരിയെയും ഞെട്ടിച്ചത്. ആ ഞെട്ടൽ ഗൗരിയുടെ കയ്യിൽ അമർന്നിരുന്ന കാർത്തിക്കിൻ്റെ കൈ പതിയെ ഒന്നയച്ചു. അവൾ ആ വാതിലിന് ഫ്രണ്ടിലേക്ക് നോക്കിയതും അവർക്ക് ആശ്വാസമേകുന്നതുപോലെ അവിടെ അമനും കുറച്ച് ബോഡി ഗാർഡ്സ് നിൽക്കുന്നത് കണ്ടു. അവർക്കെല്ലാവർക്കും മുന്നിലായി ഒരു മാസ്ക് ധരിച്ച ഒരു വ്യക്തിയെയും അവൾ കണ്ടു. അവളുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു, സിദ്ധാർത്ഥ്. അവൾക്ക് ആശ്വാസം എന്നതുപോലെ സിദ്ധാർത്ഥ് അവൾക്ക് നേരെ ഒരു കണ്ണിറക്കി കാണിച്ചു. കാർത്തിക്കിൻ്റെ കൈക്കുള്ളിൽ നിന്നും അവൾ അവളുടെ കൈ വലിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന് നേരെ പാഞ്ഞു ചെന്നു. അവനെ വട്ടം കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പതിയെ സിദ്ധാർത്ഥ് അവളുടെ മുടികളിലൂടെ തലോടി. ഹേയ്, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ വന്നില്ലേ, കരയല്ലേ, പോട്ടെ. എല്ലാവർക്കും ആ ഒരു രംഗം വല്ലാത്ത അത്ഭുതം തന്നെയായിരുന്നു. ആരാണ് ഈ മാസ്ക് ഇട്ട പയ്യൻ? എല്ലാവരും പരസ്പരം മുഖാമുഖം നോക്കി ചോദിക്കുന്നുണ്ടായിരുന്നു. അമൻ എന്താണ് വച്ചാൽ ചെയ്തേക്ക്, ഇനി ഇവളെക്കുറിച്ച് ഓർക്കാൻ പോലും അവൻ ഭയന്നിരിക്കണം. സിദ്ധാർത്ഥിന് അമന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ദിയെ അവളെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിനക്ക് മനസ്സിലായില്ലേ? ഗൗരി, കാർത്തിക് നിന്നെ കിട്ടുമെന്ന വാശിയിൽ തന്നെയാണ്. അമൃത, എനിക്കൊരിക്കലും കാർത്തിക്കിനെ സ്വീകരിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും കാർത്തിക്കിനെ സ്നേഹിക്കുകയുമില്ല. എനിക്ക് പറ്റില്ല അമൃത. ഗൗരി, നീ വർഷങ്ങളോളം സ്നേഹിച്ച കിരൺ നിന്നെ ഇട്ടിട്ട് പോയില്ലേ? അപ്പോൾ പിന്നെ നിനക്ക് കാർത്തിക് പറഞ്ഞത് കേട്ടാൽ എന്താ കുഴപ്പം? നീ അവനെ തന്നെ നോക്ക്. ഈ കോളേജിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ മകനാണവൻ. പോരാത്തതിന് സ്നേഹിച്ചാൽ ഹൃദയം പറിച്ചു കൊടുക്കുന്നവനും. നിന്നെ കിട്ടുന്നത് വരെ അവൻ ഈ ദേഷ്യം കാണിക്കും. അതവന് നീ അവൻ്റെ സ്വന്തമാവണമെന്നുള്ള വാശി കൊണ്ടാണ്. അമൃത, നിനക്കും എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനിപ്പോൾ ചെകുത്താനും കടലിനും നടുക്കപ്പെട്ട അവസ്ഥയിലാണ്. ഗൗരി കണ്ണുകൾ തുടച്ചുകൊണ്ട് അമൃതയെ കെട്ടിപ്പിടിച്ചു. അവൾ പതിയെ കണ്ണുകൾ അടച്ചപ്പോൾ അവളുടെ ഓർമ്മയിലേക്ക് സിദ്ധാർത്ഥിൻ്റെ മുഖമാണ് വന്നത്. ഇല്ല, ഒരിക്കലും ഞാൻ കാർത്തിക്കിനെ ഇഷ്ടപ്പെടില്ല. സിദ്ധാർത്ഥിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു. ഏത് നേരത്താണ് എനിക്ക് കോളേജിലേക്ക് തന്നെ തിരിച്ചു വരാൻ തോന്നിയത്? അമൃത, എനിക്കൊരിക്കലും കഴിയില്ല കാർത്തിക്കിനെ വിവാഹം കഴിക്കാനോ പ്രണയിക്കാനോ ഒന്നിനും. ഗൗരി, ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് എന്തുകൊണ്ടും കാർത്തിക്കിനെ വിവാഹം കഴിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അമൃത, നീയും എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗൗരിക്ക് അമൃതയോട് സിദ്ധാർത്ഥിൻ്റെ കാര്യങ്ങളെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എഗ്രിമെൻ്റ് പ്രകാരം ആരും തന്നെ ഈ വിവാഹത്തെക്കുറിച്ച് അറിയരുതെന്ന് സിദ്ധാർത്ഥ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ട് ഗൗരി അവിടെ നിന്നും ക്ലാസ് റൂമിലേക്ക് നടന്നു. ക്ലാസ് റൂമിൽ എല്ലാവരും ഇതിനെപ്പറ്റിയുള്ള ചർച്ചയിൽ തന്നെയായിരുന്നു. എന്തായാലും കിരൺ പോയി. അപ്പോൾ പിന്നെ അവൾക്ക് കാർത്തിക്കിനെ നോക്കിയാൽ എന്താ കുഴപ്പം? നമ്മുടെ കോളേജിലെ ഏറ്റവും ബെസ്റ്റ് പയ്യനെ കാർത്തിക്. ഒരു കലിപ്പ് ചെക്കൻ ആരാ അങ്ങനെ ഒരു മുതലിനെ കൊത്തിക്കാത്തത്? പണമാണേൽ ഇട്ടുമൂടാൻ മാത്രമുണ്ട്. ഇവളുടെയൊക്കെ ഭാഗ്യം, അല്ലാതെന്താ പറയാൻ. എന്നിട്ട് കണ്ടില്ലേ, ഒരു വാക്കുപോലും പറയാതെ ഇഷ്ടമല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ആവണമായിരുന്നു ഫസ്റ്റ് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞേനെ. ക്ലാസ്സിലെ പരക്കമ്പികൾ അവൾ കേട്ടു. എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാൻ ഗൗരിക്ക് തോന്നിയില്ല. അവൾ ബാഗിൽ നിന്നും പതിയെ അവളുടെ ഫോൺ പുറത്തേക്കെടുത്തു. മുൻപ് അമൽ സിദ്ധാർത്ഥിൻ്റെ നമ്പർ നൽകിയിരുന്നു. അവൾ വാട്സപ്പ് തുറന്നു. അതിൽ സിദ്ധാർത്ഥിന് മെസ്സേജ് അയക്കാൻ വേണ്ടി ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തു. അവളുടെ കൈകൾ പല കീഴിലായി അമരുന്നുണ്ടെങ്കിലും സെൻഡ് ബട്ടൺ അമർത്താൻ നേരമാവുമ്പോൾ അവളുടെ കൈ വിറയ്ക്കാൻ തുടങ്ങി. ഇതേ സമയം ഓഫീസിൽ സിദ്ധാർത്ഥ് വലിയ ആക്റ്റീവ് ഒന്നും അല്ലാതെ ഇരിക്കുകയായിരുന്നു. പതിവ് പോലെ അമൽ ഓഫീസ് ക്യാമ്പിലേക്ക് വന്നു. എന്താണ് മാഷേ, വലിയ ചിന്തയിലാണല്ലോ. ഇന്ന് ഗൗരി കോളേജിലേക്ക് പോയിരിക്കുകയാണ്. അതാണോ നിരാശ കാമുകൻ്റെ പോലെ ഒരു ഇരുത്തം? നിരാശ കാമുകനോ? ആര്, ഞാനോ? എൻ്റെ സിദ്ധാർത്ഥേ, നിന്റെ മുഖം കണ്ടാലറിയാം നീ അവളെ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. ഇനിയിപ്പോൾ അത് നിനക്ക് തോന്നി തുടങ്ങിയിട്ടില്ലെങ്കിൽ കാണുന്ന എനിക്ക് മനസ്സിലായി തുടങ്ങി. അമൻ, എനിക്ക് അവളോട് പ്രണയമൊന്നുമില്ല.
എന്തോ ആ ഒരു പെൺകുട്ടി അവളാണെന്നൊരു തോന്നൽ. അത് നല്ല കാര്യമല്ലേ സിദ്ധാർത്ഥ്? അങ്ങനെയാണെങ്കിൽ നിനക്ക് വിവാഹം കഴിക്കാലോ. അമൻ, നിന്റെ കയ്യിൽ അവളുടെ നമ്പറുണ്ടോ? സിദ്ധാർത്ഥ് ഒരു ചെറിയ ചമ്മലോടെ ചോദിച്ചു. ആ ഉണ്ട്. അമൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ആ നമ്പർ എൻ്റെ വാട്സപ്പിലേക്ക് അയക്ക്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അമൻ ഗൗരിയുടെ നമ്പർ സിദ്ധാർത്ഥിന് വാട്സപ്പ് ചെയ്തു. അവളുടെ മയത്തിൽ സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ അവൻ ചാറ്റ് ബോക്സ് ഓപ്പണാക്കി ദേഷ്യത്തിൽ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മറുവശത്തു നിന്ന് ടൈപ്പിംഗ് എന്ന് കാണിച്ചത്. അത് കണ്ടതും സിദ്ധാർത്ഥിൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. ഏറെ നേരമായിട്ടും അവൾ ടൈപ്പിംഗ് മാത്രമായിരുന്നു. ഇതുവരെ മെസ്സേജ് ഒന്നും വരാതെ സിദ്ധാർത്ഥിൻ്റെ ക്ഷമ നശിച്ചു. ഇന്നത്തെ ബ്ലാക്ക് ടീയിൽ പഞ്ചസാര ഉണ്ടായിരുന്നില്ല. അവൻ ടൈപ്പ് ചെയ്തുകൊണ്ട് ദേഷ്യപ്പെടുന്ന 2 സ്റ്റിക്കർ വായിച്ചു. അവൻ്റെ മെസ്സേജ് കണ്ടതും അവൾ ഒന്ന് അമ്പരന്നു. എൻ്റെ ഭഗവതി! അവളുടെ ഉള്ളിൽ ഒരു ആന്തലായിരുന്നു. സോറി, എനിക്കറിയില്ലായിരുന്നു. നാളെ മുതൽ ശരിയാക്കാം. അതും പറഞ്ഞ് അവൾ ചാറ്റ് ബോക്സ് ക്ലോസ് ചെയ്തുകൊണ്ട് ഫോൺ ബാഗിലേക്ക് തന്നെ വെച്ചു. സത്യത്തിൽ ചായ ഒരുപാട് ഇഷ്ടമായിരുന്നു. എങ്കിലും മയത്തിൽ സംസാരിച്ച് പരിചയമില്ലാത്ത സിദ്ധാർത്ഥിന് അവളോട് ദേഷ്യപ്പെടാനാണ് തോന്നിയത്. അന്ന് വൈകുന്നേരം സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ നിന്നും കോളേജിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. പോരാത്തതിന് 2 ബസ് കയറി ഇറങ്ങി വേണം ഗൗരിക്ക് കോളേജിലെത്താനും തിരിച്ചു പോകാനും. കൃത്യം 3:15 കോളേജ് വിട്ട് അവൾ ബസ്സിൽ തിക്കും തിരക്കിലും ചാടിക്കയറി. അവളുടെ ഉള്ളിൽ സിദ്ധാർത്ഥ് വീട്ടിലെത്തും മുന്നേ എത്തിയേ പറ്റൂ എന്ന ചിന്തയുണ്ടായിരുന്നു. ഏകദേശം 4:30 കൂടി അവൾ വീട്ടിലെത്തി. പുതിയ ബസ് സ്റ്റോപ്പിലെത്തിയ അവൾ അവിടെ വെച്ചാണ് അറിഞ്ഞത് ഈ റൂട്ടിനുള്ള ബസ്സുകൾ ഇന്നില്ല എന്ന്. ബസ് യാത്രക്കാർ എല്ലാവരും അടുത്ത സ്റ്റോപ്പിലേക്ക് നടക്കാൻ തുടങ്ങി. അവിടെ 3 കൂടിയ ജംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ബാക്കി 2 റൂട്ടിൽ നിന്നും അവളുടെ കോളേജിലേക്ക് ബസ് ഉണ്ടായിരിക്കും. അവളും ആ യാത്രക്കാരിൽ ഒരാളായി നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു ആഡംബര കാർ മുന്നിൽ ഇരമ്പിച്ചു വന്ന് നിർത്തിയത്. എല്ലാ ബസ് യാത്രക്കാരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി. ആ കാറിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് അമൻ ഗൗരിയോട് അകത്തേക്ക് കയറാനായി പറഞ്ഞു. ഞാൻ ബസ്സിന് പൊയ്ക്കോളാം. അവൾ കണ്ണുകൾ അമന് നേരെ നോക്കാതെ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഗൗരി, താൻ കയറ്, സിദ്ധാർത്ഥ് അകത്തുണ്ട്. അവൾ പിന്നീട് ഒന്നും സംസാരിക്കാതെ കാറിലേക്ക് കയറിയിരുന്നു. സിദ്ധാർത്ഥ് ലാപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് തലയുയർത്തി അവളെ നോക്കുന്നത് പോലുമില്ല. അവളും അവനെ നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ അല്ലാത്തതുകൊണ്ട് തന്നെ തല താഴ്ത്തിയിരുന്നു. ഗൗരി, കോളേജ് ഇവിടെ നിന്നും ഒരുപാട് ദൂരെയല്ലേ? താൻ 2 ബസ് കയറി പോകണ്ടേ? അമൻ ആ മൗനത്തിന് വിരാമം എന്നോണം ചോദിച്ചു. ആ അതെ, 2 ബസ് കയറി പോകണം. ശരവേഗത്തിലാണ് ആ കാർ കോളേജിന് മുന്നിൽ ചെന്ന് നിന്നത്. 2 ബസ്സിൽ കയറിപ്പോയിരുന്ന അവൾക്ക് ഒരുപാട് ദൂരം തോന്നിയിരുന്നു. കാറിൽ പെട്ടെന്നെത്തിയത് ഒരു അത്ഭുതമായി തന്നെ തോന്നി. പക്ഷെ എത്ര വേഗം എത്തണ്ടായിരുന്നു എന്ന് അവളുടെ മനസ്സ് അവളോട് പറഞ്ഞു. അവൾ കോളേജിലേക്ക് കയറി ആരെയും നോക്കാതെ വേഗം ക്ലാസ് റൂമിലേക്ക് ഓടി. ഇന്ന് എല്ലാ കുട്ടികളും വലിയ ആകാംക്ഷയിലാണ്. കാർത്തിക്കിനുള്ള മറുപടിയുമായി ഗൗരി വന്നിട്ടുണ്ടാവും എന്ന് എല്ലാവരും കുശുകുശുത്തു. തൻ്റെ ക്ലാസ്സിലും ഈ വർത്തമാനം പരക്കൊമ്പിയായിരുന്നു. സമയം വേഗം പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ഇൻ്റർവെൽ സമയമായി. പതിവ് പോലെ ആൽമര ചുവട്ടിൽ പോയിരിക്കാൻ അമൃത വിളിച്ചുവെങ്കിലും ഗൗരിക്ക് ഒരു അടിപൊളി ക്ലാസ് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ തോന്നിയില്ല. സത്യത്തിൽ ഭയമായിരുന്നു അവൾക്ക് പുറത്തിറങ്ങാൻ. അവൾ ഡെസ്കിൽ തല വെച്ച് അങ്ങനെ കിടന്നു. പെട്ടെന്നാണ് വലിയൊരു ശബ്ദത്തോടു കൂടി ആരോ ഡെസ്കിൽ ആഞ്ഞടിച്ചത് അവൾ കേട്ടത്. ഞെട്ടിത്തരിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് നിന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു. കാർത്തിക് തന്നെ തിരഞ്ഞ് ക്ലാസ്സിലെത്തിയിരിക്കുന്നു. അവളുടെ തൊണ്ടക്കുഴിയിൽ ഉമ്മിനീർ ഇറക്കാൻ പറ്റാത്ത വിധം എന്തോ ഒരു കരിങ്കല്ല് തടഞ്ഞിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എൻ്റെ മോള് ആലോചിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകാനൊരുങ്ങി. അങ്ങനെ അങ്ങ് പോയാലോ? സണ്ണി, ആ വാതിലങ്ങ് അടച്ചേ. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യന്മാർ ബാക്കി എല്ലാവരെയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. ഇപ്പോൾ ആ ക്ലാസ്സിൽ ശൂന്യത തടം കെട്ടി. അവളുടെ ഹൃദയമിടിപ്പ് ഉച്ചത്തിലായി. അവൾ പിന്നിലേക്ക് നീങ്ങും തോറും കാർത്തിക് അവൾക്ക് നേരെ വന്നുകൊണ്ടിരുന്നു. കാർത്തിക്, ഇത് നിന്റെ വീടല്ല, ഇതൊരു ക്ലാസ് റൂമാണ്. ഗൗരി എവിടെന്നെല്ലാം ധൈര്യം സംഭരിച്ചുകൊണ്ട് അവനോട് ഉച്ചത്തിൽ അലറി. ഓഹോ,
ഇത് ക്ലാസ് റൂം ആയിരിക്കും, പക്ഷേ ഈ സമയം എൻ്റെയും നിൻ്റെയും മാത്രമാണ്. അവൾ അവനിൽ നിന്ന് മാറാൻ ശ്രമിച്ചതും അവളുടെ കൈ ശക്തമായി അവൻ പിടിച്ചു വലിച്ചു. അടങ്ങി നിൽക്കടി മോളെ അവിടെ. നീ ഇവിടെ പറഞ്ഞിട്ട് പോയാൽ മതി. നിനക്ക് കാർത്തിക് ആരോമലിനെ വിവാഹം കഴിക്കാൻ പറ്റുമോ ഇല്ലയോ? അവൾ അവൻ്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ പിടുത്തം അത്രയും ശക്തമായിരുന്നു. എന്നാ എൻ്റെ ഗൗരിമോൾ പറഞ്ഞേ, ഈ ചേട്ടനെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ്, പ്രണയിക്കുന്നു എന്നെല്ലാം. അവളുടെ കണ്ണുകളിൽ നിന്നും ചോരയാണ് വരുന്നത് പോലും കാർത്തികിന് തോന്നിപ്പോയി. എനിക്ക് നിന്നെയൊക്കെ കാണുന്നത് പോലും വെറുപ്പാണ്, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അലറിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ പിടുത്തം അവളെ ഒന്നുലച്ചു. അവൻ്റെ കൈക്കുള്ളിൽ അവൾ ഞെരുങ്ങി അമർന്നു. വേദന കാരണം അവളിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. ചുറ്റും കൂടി നിന്ന കാഴ്ചക്കാരായ വിദ്യാർത്ഥികൾ എല്ലാവരും അവളെ ദയനീയമായി നോക്കി. ഇവൾ എന്തിനാണ് ഇങ്ങനെ അവനെ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നത്? ഒരു മറുപടി പറഞ്ഞാൽ കാർത്തിക് അവളെ വിടുമല്ലോ. ഈ കോളേജിലെ ഓരോ പെൺകുട്ടികളും അവന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു അവസരം അവളായിട്ട് തട്ടിക്കളയുന്നത്. ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. വീട്ടിലേക്ക് ചെന്നതും സിദ്ധാർത്ഥിനുള്ള ഭക്ഷണമുണ്ടാക്കാനുള്ള പണികൾ തുടങ്ങി. കൃത്യം 5:30-ക്കാണ് സിദ്ധാർത്ഥ് ഓഫീസിൽ നിന്നും വരിക. അപ്പോഴേക്കും ടേബിൾ നിറയെ അവൻ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചു. കൂടെ ബ്ലാക്ക് ടീ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ടീയിൽ അത്യാവശ്യം പഞ്ചസാര ഇട്ട ശേഷം അവൾ അല്പം പഞ്ചസാര ബ്ലാക്ക് ടീയുടെ അടുത്ത് ഒരു ചെറു പാത്രത്തിൽ വെച്ചു. രാവിലെ മെസ്സേജ് അയച്ചപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു പഞ്ചസാര അല്പം കുറവാണെന്ന്. ആവശ്യമുണ്ടെങ്കിൽ ഇട്ടോട്ടെ എന്ന് കരുതിയാണ് മുൻകരുതലായി ഷുഗർ അടുത്ത് തന്നെ വെച്ചത്. കൃത്യം 5:30-ക്ക് തന്നെ സിദ്ധാർത്ഥ് വീട്ടിലേക്കെത്തി. ഹാളിലേക്ക് കയറിയപ്പോഴേ നല്ല മനം അയക്കുന്ന ആഹാരത്തിൻ്റെ മണം അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. പ്രൊഫഷണൽ ഷെഫുകളായിരുന്നു അവനെ ഇത്രയും കാലം ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അവർ ആരും ഉണ്ടാക്കുമ്പോൾ ഇത്രയും നല്ലൊരു സ്മെല്ല് ആ വീട്ടിലുണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് തന്നെ ഗൗരിയുടെ കൈപുണ്യം എത്രയെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. ഏകദേശം അരമണിക്കൂർ കൊണ്ട് സിദ്ധാർത്ഥ് ഫ്രഷായി താഴേക്ക് വന്നു. ഗൗരിയെയും കൂട്ടി ഇരുവരും ഭക്ഷണം കഴിക്കാനായിരുന്നു. അവളും കോളേജ് വിട്ടു വന്ന് ഒന്നും കഴിച്ചിരുന്നില്ല. അവന് വേണ്ട ഫുഡെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അവൻ വായിലേക്ക് വെച്ചതും അതിൻ്റെ രുചി കാരണം അറിയാതെ അവനൊന്ന് മൂളിപ്പോയി. അവൻ്റെ ആസ്വദിച്ചുള്ള കഴിപ്പ് കണ്ടപ്പോൾ തന്നെ ഗൗരിക്ക് മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു. പക്ഷേ അത് പുറത്തു പ്രകടിപ്പിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. നാളെ രാവിലെ വരെയാണ് കാർത്തിക് തന്ന സമയം. എങ്ങനെയാണ് ഞാൻ ഈ പ്രശ്നം പരിഹരിക്കുക എന്നറിയാതെ അവൾ വലിയൊരു ടെൻഷനിൽ തന്നെയായിരുന്നു. ഗൗരി, താങ്ക്സ്. പെട്ടെന്ന് സിദ്ധാർത്ഥനൊന്ന് അത് കേട്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിദ്ധാർത്ഥ് അവളുടെ പാവം കണ്ട് ചോദിച്ചു. സിദ്ധാർത്ഥനോട് പറയണമെന്ന് അവൾക്കുണ്ടെങ്കിലും ഇദ്ദേഹം എന്ത് ചെയ്യാനാണ്? ഇദ്ദേഹത്തിന് ഞാൻ ആരുമല്ലല്ലോ. അവൾ ഒന്നുമില്ല എന്നുപോലെ തലയാട്ടി. ആഹാരം കഴിക്കുന്നതിനിടെ സിദ്ധാർത്ഥിനോട് കോളേജിലെ കാര്യങ്ങളെല്ലാം പറയണമെന്ന് ഗൗരിക്ക് തോന്നി. പിന്നീടൊന്ന് ചിന്തിച്ചപ്പോൾ വിചാരിച്ചു, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് ഇദ്ദേഹത്തിനോട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്? ഞാൻ ഇദ്ദേഹത്തിന് വെറും എഗ്രിമെൻ്റ് ഭാര്യ മാത്രമല്ലേ? അപ്പോൾ എൻ്റെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളായി മാറുകയില്ലല്ലോ. നിശബ്ദമായി ആഹാരം കഴിച്ച് അവൾ എഴുന്നേറ്റ് പോയി. സിദ്ധാർത്ഥ് എല്ലാ ആഹാരവും ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് അവൾക്ക് സന്തോഷമായി. തലേന്ന് രാത്രിയിലെ പോലെ തന്നെ അടുക്കളയിലെ പോരാട്ടം അന്ന് രാത്രിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നല്പം നേരത്തെ സിദ്ധാർത്ഥ് അടുക്കളയിലേക്ക് വന്നു. 11:30യോടുകൂടി അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇരുവരും റൂമിലേക്ക് കിടക്കാനായി പോയി. സിദ്ധാർത്ഥിൻ്റെ സഹായം അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. എങ്ങനെയെല്ലാം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും നിദ്രാദേവി അവളെ തഴുകുന്നുണ്ടായിരുന്നില്ല. ഇടുക്കെഴുന്നേറ്റ് അവൾ ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ സിദ്ധാർത്ഥും ഉറക്കം വരാതെ എന്തോ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു. പിന്നിലെന്തോ അനക്കം കേട്ടാണ് സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കിയത്. അവളെ കണ്ടതും അവൻ ചോദിച്ചു, താൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല സിദ്ധാർത്ഥ്, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. താൻ വൈൻ കുടിക്കുമോ? ഏയ് ഇല്ല സിദ്ധാർത്ഥ്, എനിക്ക് ആ ശീലമൊന്നുമില്ല. ഉറക്കം വരുന്നില്ലെങ്കിൽ ഇതാ ഇവിടെ ഇരുന്നോ, ഉറക്കം വരുമ്പോൾ പോയാൽ മതി. അവൾ സിദ്ധാർത്ഥിന് നേരെയുള്ള ചെയറിലേക്ക് ചെന്നിരുന്നു. അവിടെ ബാൽക്കണിയിൽ ഇളംകാറ്റ് വീശുന്നുണ്ടായിരുന്നു. എങ്ങനെയെല്ലാം മനസ്സ് ശാന്തമാക്കാൻ നോക്കിയെങ്കിലും അവളുടെ മനസ്സിലേക്ക്
നാളെ പകൽ എന്താവും അവർക്ക് സംഭവിക്കുക എന്നുള്ള ഭയമായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് തന്നെ അവൾക്ക് എന്തോ വലിയൊരു പ്രശ്നമുണ്ടെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. അല്ല ഗൗരി, താൻ ഓക്കേ? അവൻ്റെ ചോദ്യം ഒരു ഇടിത്തി പോലെയാണ് അവൾ കേട്ടത്. ആ അതെ സിദ്ധാർത്ഥ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ ഇയാൾ വന്ന മുതൽ ശ്രദ്ധിക്കുകയാണ്. കോളേജിൽ പോയി വന്നതിന് ശേഷം ഒരു മൂഡ് ഓഫ് പോലെ ഞാൻ ഓക്കെയാണ്. ശരിക്കും താൻ ഓക്കെയാണോ? സിദ്ധാർത്ഥ് ഒന്നുകൂടി ചോദിച്ചു. അത് പറയുമ്പോൾ അവൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോ നോക്കിയിരുന്നു. ശരി, ഇയാൾക്കൊരു പ്രശ്നവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഉണ്ടേൽ തന്നെ പറയാൻ മടിക്കണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് ബാൽക്കണിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. നേരമേറെ വൈകിയാണ് ഗൗരി റൂമിലേക്ക് പോയതും ഉറങ്ങിയതും എല്ലാം. രാവിലെ പതിവ് പോലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റു. എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് സിദ്ധാർത്ഥിനുള്ള ബ്ലാക്ക് ടീയും ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ കോളേജിലേക്ക് ഇറങ്ങി. എന്നാൽ ഇന്ന് സിദ്ധാർത്ഥ് അവൾ വന്നതൊന്നും അറിഞ്ഞതുപോലുമില്ല. അവൾ ബ്ലാക്ക് ടീ ഇരിപ്പുണ്ടെന്ന് പറയാൻ വിളിച്ചതുമില്ല. ഇന്ന് അവൾ ഒരു റെഡ് കുർത്തയാണ് ഇട്ടിരിക്കുന്നത്. മേക്കപ്പ് ഒന്നും അവൾ ചെയ്തിട്ടില്ല. പൊതുവെ അവൾക്ക് മേക്കപ്പിനോട് വലിയ താല്പര്യവുമില്ല. എങ്കിലും കണ്ണെഴുതി പൊട്ടു തൊടുമായിരുന്നു. അവിടെ ചുണ്ടുകൾക്ക് ഇളം പിങ്ക് കളറായിരുന്നു. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് ആവശ്യം അവൾക്കുണ്ടായിരുന്നില്ല. ബ്ലസ് ചെയ്തതുപോലെ കവിൾ തടങ്ങളായിരുന്നു. അവൾക്ക് നാണം വന്നാലും സന്തോഷം വന്നാലും കരച്ചിൽ വന്നാലും ചുവന്നു തുടുക്കുന്ന മൂക്കും കവിളുകളും.